എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ധന ആകർഷണ യന്ത്രത്തെക്കുറിച്ചാണ്. നമ്മുടെ ലൈഫിൽ ധനത്തെ ആകർഷിക്കുന്ന ഒരു യന്ത്രം എങ്ങനെ ഉണ്ടാക്കാം, ജസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മൈൻഡാണ് ധന ആകർഷണ യന്ത്രം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപായി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അൻവിന്ദ് എന്നാണ്. ഏകദേശം 4-5 വർഷമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ട്രെയിനിങ്ങും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. അത്രയധികം സക്സസ് സ്റ്റോറീസാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തത്. മറ്റ് ട്രെയിനേഴ്സിൽ നിന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലാണ് അത്രയും സക്സസ് സ്റ്റോറീസ്. അത് റിലേഷൻഷിപ്പ്, ഹെൽത്ത്, ജോബ്, മണി മാനിഫെസ്റ്റേഷൻ, ലോട്ടറി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന പല സക്സസ് സ്റ്റോറീസും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. സർ, എൻ്റെ പേര് ദിവ്യ. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 2 മാസം മുന്നേ എൻ്റെ ചേച്ചിക്ക് വളരെയധികം തീരെ വയ്യാതെ കണ്ട് ICUലായി. പെട്ടെന്ന് ആൾക്ക് ഷുഗറും പ്രഷറും കൂടി. അതിനുശേഷം കിഡ്നിക്ക് കംപ്ലൈന്റ് ആന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഇമ്മീഡിയറ്റ്ലി അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ ഒരു കുറച്ച് ദിവസം വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇന്റൻഷൻ വെച്ചുകൊണ്ടിരുന്നു, എനിക്ക് ആള് നന്നായിട്ട് വരുന്നു, ക്ലിയർ ആയിട്ട് വരുന്നു, ആരോഗ്യത്തോടു കൂടി വരുന്നു എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഞാൻ എഴുതുകയും ചെയ്തു. 5 into 55 ഞാൻ അത് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെയിലി അഫർമേഷൻസിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു. ഇപ്പോ ചേച്ചി ഒരു എന്താ പറയാ ഒരു 2 weeks ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഇപ്പൊ നടക്കാൻ പറ്റുന്നുണ്ട്. ആദ്യം എടുത്തുകൊണ്ട് പോകേണ്ടി വന്നിരുന്ന ഒരവസ്ഥയായിരുന്നു. സ്വന്തം കാര്യങ്ങൾ വരെ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ഇപ്പൊ ആള് എണീറ്റ് നടക്കാൻ തുടങ്ങി. ഇപ്പൊ ജസ്റ്റ് ഞാൻ സംസാരിച്ചുള്ളൂ. അപ്പോ അതൊരു എനിക്ക് തോന്നുന്നു അഫർമേഷന്റെയും അതുപോലെ തന്നെ നമ്മൾ മാനിഫെസ്റ്റേഷന്റെ ഒരു പവറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. കേട്ടെ, ഞാൻ 2 ദിവസം കഴിഞ്ഞ ആഴ്ചയില് നമ്മള് എന്താ പറയാ എത്ര രൂപ എഴുതി വെക്കാന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ എഴുതി വെച്ചായിരുന്നു. അതിലെനിക്ക് 2 ദിവസം അടുപ്പിച്ച് അങ്ങനെ 300 രൂപയാണ് ഞാൻ എഴുതി വെച്ചത്. അതെനിക്ക് കിട്ടി. എത്ര രൂപയാണ്? 300 രൂപയാണ് ഞാൻ എഴുതി വെച്ചിരുന്നത്. അത് കിട്ടിയല്ലോ. പിന്നെ ഞാൻ ടൈൽ ഷോപ്പ് നടത്തുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ആ കടയിൽ ചെന്നിട്ടാണ് ഞാനത് നമ്മള് കടലാസിൽ നോക്കി നമ്മളത് നോക്കിയിട്ട് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ച ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും എനിക്ക് പൈസ കിട്ടി. സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൺസ്ട്രക്ഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് കൗൺസിലിംഗ് ആണോന്നാണ് എന്റെ അടുത്ത് ചോദിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടോ? കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? കൺസൾട്ടേഷൻ അങ്ങനെയാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ അവര് കൗൺസിലിംഗ് ആണോന്നാ ചോദിക്കണേ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് വോയിസ് അയച്ചാൽ മതി. സന്തോഷം. രശ്മി സാർ, എൻ്റെ പേര് രശ്മി, മലപ്പുറത്തു നിന്നാണ് വിളിക്കുന്നത്. ഞാൻ സാറുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് 2 വർഷം, ഒരു വർഷം കൂടുതലായി, 2 വർഷത്തിനടുത്തായി. അതിനു മുമ്പ് ഞാൻ സാറുടെ മാനിഫെസ്റ്റേഷൻ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞാൻ ചെറിയ കാര്യങ്ങൾ 500 രൂപ 1000 രൂപയൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത് വന്നിരുന്നു. എന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോണാണ് പരീക്ഷിക്കാൻ വേണ്ടി. വിശ്വാസം കുറവുണ്ടായിരുന്നു എനിക്ക് മാനിഫെസ്റ്റേഷനിലും ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ. പരീക്ഷിക്കുകയാണല്ലോ നമ്മൾ. അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് സെക്കൻഡ് ഹാൻഡ് ഫോണാണ്. വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയതാണ്. 1 മാസത്തിനകം എൻ്റെ പരിചയത്തിൽ എൻ്റെ അനിയൻ എനിക്ക് അവൻ പുതിയ ഫോൺ വാങ്ങിക്കുക, അവന്റെ ഫോൺ എനിക്ക് തരുകയും ചെയ്തു. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് സാർ പറയാൻ. വീട്ടിലേക്കുള്ള ഒരു അലമാര ആയിക്കോട്ടെ, ഞാൻ മാനിഫെസ്റ്റ് ചെയ്തതാണ്. ഒരു ലാപ്ടോപ്പ് എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തതാണ്. കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ കിട്ടുകയും ചെയ്തു. കാരണം 6 മാസം മുമ്പ് കിട്ടിയത് എങ്ങനെയാ വെച്ചാൽ വെറും 2 ആഴ്ചക്കുള്ളിലാണ് കിട്ടിയത്. കാരണം ഞാൻ വെറുതെ എൻ്റെ അമ്മയോട് പറയുന്നു, അച്ഛൻ അതിനുള്ള പൈസ തരുന്നു. ആ പൈസ എങ്ങനെ വന്നു എന്ന് എനിക്ക് ആർക്കും പൈസ ഉണ്ടായിരുന്നില്ല, വെറുതെ പറഞ്ഞതാ. പിറ്റേ ദിവസം എനിക്ക് അച്ഛൻ 20,000 രൂപ കൊണ്ടു തന്നു. കൈയോടെ ഞങ്ങൾ EMI ലാപ്ടോപ്പ് വാങ്ങിച്ചു. അത് കൂടാതെ സാർ, ഞാനൊരു ഗോൾഡിന്റെ കൈചെയിൻ, ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല, ഞാൻ വീട്ടമ്മയാണ്, ചെറിയൊരു വീട്ടുപണിക്ക് പോകുന്നുണ്ട്. അത് വെച്ചിട്ട് എനിക്കൊരു കൈചെയിൻ വാങ്ങിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ സാർ, ഞാൻ കഴിഞ്ഞ മാസം ഡിസംബർ നവംബർ ആ സമയങ്ങളില് ഞാൻ കൈചെയിൻ വാങ്ങിച്ചു സാർ. അത് ഇത് കൂടാതെ എനിക്ക് 500-ആയിട്ടും 300-ആയിട്ടും 1000 ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ എനിക്കൊരു വാടക കൊടുക്കാൻ ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന്
വെറുതെ ഒന്ന് 1000 വന്നു. എനിക്ക് 1000 കയ്യിൽ കിട്ടി കഴിഞ്ഞ മാസം. കഴിഞ്ഞ മാസത്തെ എന്റെ അച്ഛൻ തന്നിട്ട് 1000. അതെങ്ങനെ വരുന്നു? അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ല, അച്ഛൻ റിട്ടയർഡ് ആയി. അച്ഛൻ അച്ഛനാണോ അമ്മയാണോ എന്നറിയില്ല, അത് കയ്യിലെത്തിക്കും എങ്ങനെയെങ്കിലും, ഏതെങ്കിലും വഴിക്ക് എനിക്കത് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്കത് ഒരുപാട് ഒരുപാട് ഭയങ്കര വിശ്വാസമാണ് ഇപ്പൊ ഇതിന്. ഞാൻ പറയുമ്പോൾ എനിക്കത് വളരെ പറയുമ്പോൾ ചെറിയ സങ്കടവും സന്തോഷമൊക്കെ വരാറുണ്ട്. കാരണം നമ്മൾ ഒന്നുമില്ലാതിരിക്കുമ്പോ നടക്കുമ്പോ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നീ വേറെ ആരാ ഉള്ളത്? ഇനി 2 പേർക്കും കൂടി പറയാം. ഞാൻ പറയാം. പറഞ്ഞോളൂ. ഞാൻ സാറിന്റെ മെഡിറ്റേഷനിൽ കയറിയിട്ട് ഇപ്പൊ 2-3 ആഴ്ച, ഒരു 2-3 ദിവസം ആയിട്ടുള്ള, ഒരാഴ്ചയൊന്നും ശരിക്കും ആയിട്ടില്ല. ഞാൻ യൂട്യൂബിൽ ഭയങ്കര പ്രയാസത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ നോക്കി പോയതാണ്. അതിലാണ് സാറിന്റെ ഒരു വീഡിയോസ് കണ്ടത്. അത് ഞാൻ കണ്ടു, അതിലൊരു മെഡിറ്റേഷൻ ഞാൻ കണ്ടു. അത് ഞാൻ എന്നും രാവിലെയും വൈകുന്നേരം ചെയ്യുന്നതോട് കൂടി എനിക്ക് വീട്ടിൽ ഒരുപാട് സമാധാനമുണ്ട്, മക്കളോട് ഒരുപാട് സ്നേഹത്തോടെ കഴിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ എനിക്ക് എവിടുന്നാ അറിയില്ല, അൽഹംദുലില്ലാ എന്നെ ദൈവം റബ്ബ് എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് കുറച്ചെങ്കിലും ഒരു പണം തന്നിട്ട് എനിക്കതൊരു സമാധാനത്തിലുണ്ട്. അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട് ആ ഒരു കാര്യത്തിൽ. സാറിന്റെ ആ ഒരു മെഡിറ്റേഷൻ കേൾക്കാനും എങ്ങനെയോ ഞാൻ ആ ഒരു വീഡിയോസ് കണ്ടുപെട്ടു. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. സാധിക്കോ ഇല്ലെന്ന് എനിക്ക് അറിയില്ലേനു അതിലുള്ള മെഡിറ്റേഷൻ ചെയ്ത് അതുപോലെ ആവുക. പിന്നെ ഇപ്പൊ ഞാൻ ആ ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടുണ്ട്. ഞാൻ രാവിലെയും വൈകുന്നേരം രാത്രി കിടക്കുന്ന സമയത്ത് കറക്റ്റ് ആ മെഡിറ്റേഷൻ ചെയ്തിട്ടാണ് ഞാൻ കിടക്കാറ്. എനിക്കതിലിപ്പോ ഒരു നല്ലൊരു സമാധാനം ഉണ്ട് അറിയാണ്ട്. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ ഉച്ചക്ക് ശേഷം ഞാൻ ആ മെഡിറ്റേഷന്റെ ലിങ്ക് കണ്ട്, ഫ്രീ ക്ലാസ്സിന്റെ ലിങ്ക് കണ്ടു. അപ്പൊ ഞാൻ ഫോണിൽ അലാറം സെറ്റാക്കി 9:30. എനിക്ക് എന്തായാലും ഈ ക്ലാസ്സിൽ കയറണം, കാരണം എന്തെങ്കിലും ഒന്ന് സാറിന്റെ അടുത്ത് കിട്ടും എന്നുള്ളത് എനിക്ക് എന്റെ മനസ്സിനോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കറക്റ്റ് ഇന്ന് ഇതിൽ കയറിയതാണ്. ഞാൻ അങ്ങനെ കയറിയാലും വീഡിയോ ഓൺ ആക്കിയിട്ടൊന്നും ഇരിക്കാറില്ല. സാറിന്റെ അടുത്ത് ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത മെഡിറ്റേഷൻ ചെയ്ത കാരണം എനിക്കൊരു റിസൾട്ട് കിട്ടിയപ്പോ എനിക്ക് തോന്നി കറക്റ്റ് വീഡിയോ ഒക്കെ ഓൺ ആക്കിയിട്ട് കറക്റ്റ് സാറ് പറയണത് പോലെ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ താങ്ക് യു സോ മച്ച്. നീ വേറെ ഒരാൾക്കും കൂടി പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഷെഹല. ഹലോ സർ, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട്? കഴിഞ്ഞ ഒരാഴ്ച മുൻപ് എനിക്ക് 500 രൂപ ലോട്ടറി അടിച്ചു. ഓക്കെ ഓക്കെ, താങ്ക് യു. നീ ആരൊക്കെയും ഉണ്ടോ ഇതേപോലെ സ്റ്റോറീസ് ഷെയർ ചെയ്യാൻ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. സാർ, ഞാൻ രേഖ സന്തോഷ്, ചേർത്തലയിൽ ഞാൻ വിളിക്കുന്നത്. സാറ് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഒരു 28 ഡ്രീംസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതില് കുറച്ച് യാത്രകളും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് മൂന്നാർ പോകണമെന്നുള്ളത്, പിന്നെ ഗുരുവായൂർ പോകണമെന്നുള്ളത്, പിന്നെ മൂകാംബിക ക്ഷേത്രം, അങ്ങനെയൊക്കെ പോകണമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം സാറ് പറഞ്ഞോളൂ, ഞാൻ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ എപ്പോഴും ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം എന്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പെട്ടെന്നായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് അടുത്ത ആഴ്ച മൂന്നാർ പോവാം. അപ്പം ഞാൻ പെട്ടെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ ഞാൻ പറയാം, എടി എന്റെ 1 രൂപ പോലും ഇല്ല, പെട്ടെന്ന് പറഞ്ഞ അത് നീ 1 രൂപ പോലും നീ മുടക്കണം, നീ വന്നേച്ചാ മതി എന്ന് പറഞ്ഞു. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം പെട്ടെന്നുള്ളൊരു ട്രിപ്പ് പ്ലാൻ ആയിരുന്നു. അത് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല പോയിട്ട് വന്നത്. അതിനുശേഷം വീണ്ടും ഒരു 2 ആഴ്ചക്ക് ശേഷം വീണ്ടും എന്നെ വിളിച്ചു, നമുക്ക് ഗുരുവായൂർക്ക് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ അതും പെട്ടെന്നായിരുന്നു. അതും എനിക്ക് 1 രൂപ പോലും ചെലവില്ലാതെ ഞാൻ വളരെ ഫ്രീ ആയിട്ട് എനിക്കത് പോവാൻ സാധിച്ചു. അത് എന്താണ് മെഡിറ്റേഷൻ ചെയ്തതിന്റെയും സാറിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണതനുസരിച്ച് ഞാൻ എല്ലാം എഴുതിയൊക്കെ വെക്കാറുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഫലമായിട്ട് അത് കാണുന്നു. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നീ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. സാറേ, നീ ഇത് വേണം വിളിക്കാൻ. ഞാൻ തിരിച്ചു വിളിച്ചിരുന്നു. എനിക്ക് ഇത് പറയാനുണ്ടായിരുന്നു സാറേ. ഞാൻ ഇപ്പൊ പുതിയ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ IT ആയിരുന്നല്ലോ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിന്റെ കോഴ്സിന് ഇപ്പൊ ജോയിൻ ആയിട്ടുണ്ട്. സാറ്റർഡേ സൺഡേ മാത്രമാണ് ക്ലാസ്. അപ്പൊ എന്റെ അടുത്ത് ലാപ്ടോപ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കുറെ കാലമായിട്ട് യൂസ് ചെയ്യാത്ത കേടായിപ്പോയി. അപ്പൊ സിസ്റ്റാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഓഫീസിലാണ്. അപ്പൊ എനിക്കിപ്പോ ലാപ്ടോപ്പും കിട്ടി, പെട്ടെന്ന് തന്നെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റി പെട്ടെന്ന് തന്നെ. ഓക്കെ ഓക്കെ, ഇദ്ദേഹം നമ്മളെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന ആളാണ്. ലോട്ടറി കുറേ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇതേപോലെ തന്നെ HDFC ലൈഫിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയിട്ടാണ്. ഓക്കെ, സന്തോഷം. താങ്ക് യു സോ മച്ച്. അതായത് നീ നമ്മളെ ക്ലാസ്സിലേക്ക് കടക്കാൻ പോവാണ്. വളരെയധികം സന്തോഷം. നിങ്ങൾ ഓരോരുത്തരെയും സക്സസ് സ്റ്റോറീസും നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം തന്നെ അത്രയധികം
സ്നേഹം. നമ്മൾ പണത്തിൻ്റെ കാര്യം, ഇതിലൊരു മണി മാനിഫെസ്റ്റേഷൻ സിബു സിമ്പിൾ എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ഒരു 5 പേർക്ക് സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യുക, പിന്നെ അതിനുശേഷം ക്ലാസ്, പിന്നെയാണ് നമ്മൾ മെഡിറ്റേഷൻസ് കാര്യങ്ങൾ തന്നെ കൊടുക്കുക. അത് തന്നെ പണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, നമ്മളെപ്പോഴും പണം കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഈവൻ നമ്മൾ അർഹത ഉണ്ടോ, ഇന്നത്തെ എലൈൻമെൻറ്റ് മാസ്റ്ററുടെ ഒരു ക്ലാസ് ആയിരുന്നു അർഹത ഉണ്ടോ എന്നുള്ളത്. നമ്മളെപ്പോഴും നല്ലൊരു ജീവിതത്തിന് അർഹത ഉണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം എങ്ങനെ പോയാൽ മതിയോ എന്ന രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ആ രീതിയിലുള്ള ലൈഫാണ് ഉണ്ടാകുക. നമ്മളെപ്പോഴും യു ഡിസേർവ് എ ബെറ്റർ ലൈഫ് എന്നുള്ള ഒരു തോട്ട്, അല്ലെങ്കിൽ ആ രീതി നമ്മൾ പെരുമാറുന്ന സമയത്ത് നമ്മൾ ലൈഫിൽ ചേഞ്ചസ് വരുന്നതാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഞാൻ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അച്ഛൻ ഒരു മിഡിൽ ക്ലാസ് ആളാണ്. ഇങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് രാത്രി വരെ ജോലി ചെയ്യുക, ആ രീതിയിലായിരുന്നു എൻ്റെ അച്ഛൻ ജീവിച്ചത്. അതാണ് നമ്മളെ മനസ്സിൽ എപ്പോഴും എന്താ വരിക എന്ന് വെച്ചാൽ, പണം എന്ന് പറയുന്ന കാര്യം കഷ്ടപ്പെട്ടുകൊണ്ട് സമ്പാദിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുക, അല്ലേ? പണം എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറയുക, മാനിഫെസ്റ്റേഷൻ ടൂൾസ് ഉപയോഗിച്ചോളൂ, പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് എന്തെങ്കിലും വർക്ക് നിങ്ങൾ ചെയ്യാൻ തയ്യാറാണോ? വീട്ടിൽ ഒതുങ്ങി ഞാൻ തന്നെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനേഴ്സ് ആരും ഇങ്ങനെ പറയാറുണ്ടാവില്ല. ട്രെയിനേഴ്സ്, അതായത് ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനേഴ്സ് എങ്ങനെയാണ് പണം മാനിഫെസ്റ്റേഷൻസ് വെച്ച് കഴിഞ്ഞാൽ കോഴ്സസിലൂടെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതെൻ്റെ സ്റ്റുഡൻസ് ആവട്ടെ ആരും, അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു സർവീസോ കാര്യങ്ങളോ ചെയ്യുന്ന സമയത്താണ് നിങ്ങളിലേക്ക് പണം വരിക എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചത്. ഇപ്പം ലോട്ടറിയിലൂടെ, ഇപ്പം നീതുവിന് ഏകദേശം എത്രയായിരുന്നു അടിച്ചത്? നീതു ലോട്ടറിയിലൂടെ അല്ലോ, അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിന് അത് ഒരു 1 lakh dirhams ആയിരുന്നു സാറേ. ഇന്ത്യൻ റുപ്പി 24 lakhs. 24 lakhs. ഓക്കെ. അന്നേരം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം ഒരു മിറാക്കിൾസായി സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാവും. അതിനാണ് നമ്മളെ സ്കിൽസ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും നമ്മൾ പണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യമാണ്, പണം വേണമെങ്കിൽ നമ്മളെ സ്കിൽസിനെ നമ്മൾ ഷാർപ്പൺ ചെയ്യണം. ഇപ്പം തന്നെ നമ്മുടെ ക്ലാസ്സുകളാകട്ടെ എന്ത് തന്നെ ആകട്ടെ, എപ്പോഴും നമ്മളെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ജീവിച്ചിട്ട് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നതനുസരിച്ച് നമ്മളവിടെ മണി ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങളെ പങ്കാളിയാവട്ടെ, നിങ്ങളെ മക്കളാവട്ടെ, ആർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട്, നിങ്ങളെ ത്യാഗം ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മണി ബ്ലോക്ക് വരുന്നുള്ള കാര്യം 100 200% സത്യമാണ്. കാരണം എന്താണ്, അവിടെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിത്വത്തെയും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. എന്ന് മുതലാണോ നിങ്ങളെ സ്നേഹിക്കുന്നത്, നിങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അന്ന് മുതൽ പണത്തിൻ്റെ സാഹചര്യങ്ങളും വ്യക്തികളും എല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതാണ്. നിങ്ങളുടെ രൂപത്തിൽ ചേഞ്ച് ഉണ്ടാവും, നിങ്ങളുടെ സംസാരത്തിൽ ചേഞ്ച് ഉണ്ടാവും, നിങ്ങളുടെ പെരുമാറ്റത്തിലും എല്ലാം തന്നെ മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ അതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണം ഉണ്ടാക്കുന്നത്, ഈവൻ പണം എന്ന് പറയുന്ന കാര്യം ടാർഗറ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ എന്താ ചിന്തിക്കുക, ഓക്കെ എൻ്റെ ഈ പണം ഉണ്ടാക്കിയിട്ട് എൻ്റെ കുടുംബത്തെ നോക്കണം, എൻ്റെ മക്കളെ നോക്കണം, ഈ രീതിയിൽ മാത്രമാണ്. അവിടെ നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയില്ല, നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല, അല്ലേ? എനിക്ക് നല്ലൊരു ഭക്ഷണം മേടിക്കണം, എനിക്ക് നല്ലൊരു വസ്ത്രം മേടിക്കണം, ഇതൊന്നും ഉണ്ടാവില്ല. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് വേണ്ടി ചിലവഴിച്ചാൽ മതിയോ? അത് തെറ്റാണ്, അത് വളരെ വളരെ തെറ്റാണ്. ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക, എന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ അത് നെഗറ്റീവായ രീതിയിലല്ല എടുക്കേണ്ടത്, നെഗറ്റീവ് സെൻസിലല്ല, ജസ്റ്റ് പറഞ്ഞതാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ്. മണി ബ്ലോക്ക് ഞാൻ പണ്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ട്, എലൈൻമെൻറ്റ് മാസ്റ്ററിയിലാവട്ടെ വെൽത്ത് മാസ്റ്ററിയിലാവട്ടെ പറയുന്ന കാര്യമുണ്ട്. ഞാനെപ്പോഴും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, വില കുറഞ്ഞ വസ്ത്രങ്ങളും ഇങ്ങനെ SM സ്ട്രീറ്റിൽ പോയിട്ട് ഞാൻ മേടിക്കും. അത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലെ കാര്യമാണ്. അന്നേരം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ വില കൂടിയ വസ്ത്രം ഇടണം എന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് നിങ്ങൾക്കൊരു സെൽഫ് റെസ്പെക്റ്റ് തോന്നുന്ന വസ്ത്രങ്ങൾ നിങ്ങൾ ഇടാൻ വേണ്ടി ശ്രമിക്കുക. അതിന് വില കുറയാം കൂടാം എന്തുമായിട്ട് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് നിങ്ങൾ ഉപയോഗിക്കുക. അത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാവട്ടെ എന്തും നിങ്ങൾ ചീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വില കുറവ്, എപ്പോഴും വെറും ഓഫർ പ്രൈസ്. ചില ആൾക്കാരെ കാണാണ്ട് വെറും ഓഫർ പ്രൈസ് മാത്രം നോക്കിയിട്ട് ഓരോരോ കാര്യങ്ങൾ വാങ്ങാൻ. ഓഫർ പ്രൈസ് നോക്കണ്ടെന്നല്ല, നോക്കിക്കോളൂ, പക്ഷെ അത് മാത്രം നിങ്ങൾ തേടി കളിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഒരു പുവർ മൈൻഡ് സെറ്റാണ് ഉണ്ടാവുക. അതായത് നിങ്ങൾ അവിടെ എന്താണ്, ഓക്കെ ഓഫർ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് വാങ്ങാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എന്നാൽ മാത്രമേ എനിക്കത് കിട്ടും എന്നുള്ള ചിന്ത നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളവിടെ മണി ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യും.
ആ ഒരു ലെവലിൽ നിന്ന് നിങ്ങൾ മാറിയിട്ട് ഒരു അബൻഡൻസ് എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം മുഴുവനും അബൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ സമ്പന്നമാണ്. ഒരു തെങ്ങിൽ ഒരു തേങ്ങയിലുള്ളത് കുറേ തേങ്ങകൾ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മാവിൽ ഒരു മാങ്ങയില കുറേ മാവുകൾ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ നിങ്ങൾ വെൽത്തും ആ ഒരു ലെവലിലേക്ക് വരുന്നുള്ളൊരു വിശ്വാസം, നിങ്ങളുടെ മൈൻഡ്സിനെ ചേഞ്ച് ചെയ്ത് എല്ലാത്തിലും നിങ്ങൾ നന്മ കാണാൻ വേണ്ടി പണത്തിൻ്റെ കാര്യത്തിൽ പണത്തിൻ്റെ നന്മകൾ എഴുതി വെക്കുക. ജസ്റ്റ് ഇന്നത്തെ ഒരു ടാസ്ക് നിങ്ങൾ ചെയ്തു നോക്കൂ. ഓക്കെ, പണത്തിൻ്റെ നന്മകൾ, പണം നിങ്ങൾക്ക് നൽകിയ നന്മകൾ എന്തൊക്കെയാണ് അന്നേരം എന്നുള്ളത് എഴുതി വെക്കുക. ഒരു 20 കാര്യങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ. വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒരു 5 കാര്യം ജസ്റ്റ് പണം നിങ്ങൾക്ക് നൽകിയ നന്മകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. യൂട്യൂബ് ചാനൽ കാണുന്ന വ്യക്തികൾ ജസ്റ്റ് യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക. ഒരു 5 കാര്യങ്ങൾ, പണം കൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച 5 കാര്യങ്ങൾ. ഓക്കെ, എഡ്യൂക്കേഷൻ, ഹൗസ്, ഫുഡ്, ഡ്രസ്സ്, കാർ. ഓക്കെ, സെൽഫ് റെസ്പെക്റ്റ്, സാറ്റിസ്ഫാക്ഷൻ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 5 കാര്യങ്ങളാണ്. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പണത്തിന് അർഹതപ്പെട്ട അംഗീകാരം നൽകുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് പണം എന്ന് പറയുന്നത് ഒരു ദുഷിച്ച വസ്തുവാണ്, അല്ലെങ്കിൽ നെഗറ്റീവായ വസ്തുവിൽ നിന്ന് നിങ്ങൾ പണത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണ്. അന്നേരം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പണത്തെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും. എവിടെയാണോ ഒരു വ്യക്തിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയായിട്ടുള്ള ബന്ധം കൂടുന്നത് പോലെ തന്നെ പണം എന്ന് പറയുന്നത് ഒരു എനർജി അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഒരു ഊർജ്ജമായിട്ട് കാണുന്ന സമയത്ത്, ഇപ്പോൾ അതുകൊണ്ടാണ് ഭാരതീയ സംസ്കാരങ്ങളിൽ പണത്തെ ലക്ഷ്മി ദേവിയായിട്ട് കാണുന്നത്. അതൊരു വ്യക്തിയായിട്ട്, ഒരു ഡിവൈൻ ഗോഡസ് ആയിട്ടാണ് കരുതുന്നത്, അല്ലേ? ദേവിയായിട്ടാണ് കരുതുന്നത്. അതെന്താണ്? അവിടെ നമ്മൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ, ഇപ്പം നിങ്ങൾ പണത്തെ ഉപയോഗിച്ചു, എന്നിട്ട് പണം എന്ത് ചെയ്യും? നിങ്ങൾ പണത്തെക്കുറിച്ച് കുറ്റം പറയും, പണം ഉപയോഗിക്കുകയും ചെയ്യും, അതിനെക്കുറിച്ച് കുറ്റം പറയും, പണക്കാരനെക്കുറിച്ച് കുറ്റം പറയുകയും ചെയ്യും. ഈ ലെവലിൽ നിങ്ങളിൽ ആ ഒരു ദൈവികത നിങ്ങളിൽ പ്രവർത്തിക്കണം. പണം ആരെ കയ്യിലുണ്ടെങ്കിലും പണം ദൈവികമാണ്. അത് ഉപയോഗിക്കുന്ന വ്യക്തിയെ അനുസരിച്ച് മാറിയെങ്കിലും അത് പ്യുവറാണ്. ആ ഒരു ചിന്ത വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ആ ഒരു ചിന്തയിൽ നിന്ന് നിങ്ങളിലേക്ക് പണത്തിൻ്റെ സാഹചര്യങ്ങളും വ്യക്തികളും എല്ലാം തന്നെ വരുന്നതാണ്. അടുത്ത ഒരു കാര്യമാണ്, പണം കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഭയപ്പെടാതിരിക്കുക. പണത്തെ നിങ്ങൾ എപ്പോഴും ഞാനെപ്പോഴും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എലിമെൻറ്റ് മാഷയിൽ 1 ലക്ഷം ഞാനൊരു 3 വർഷം മുന്നേ ഉണ്ടാക്കിയ സമയത്ത് അല്ലെങ്കിൽ വന്ന സമയത്ത് എൻ്റെ മനസ്സിലെപ്പോഴും ഭയമായിരുന്നു, അയ്യോ ഇതെനിക്ക് ഡിസേർവ്ഡ് ആണോ, അല്ലെങ്കിൽ ഇതെനിക്ക് അർഹത ഉണ്ടോ എന്നുള്ള ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ആ ഒരു ചിന്തയിൽ നിന്ന് ഞാൻ എന്നെ മാറ്റിയെടുത്തു. അതായത് എനിക്ക് എത്രയോ അബൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ മാസം ഇത്ര ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും. അത് നിങ്ങൾ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഒരു 1000 രൂപയാണ് ഉണ്ടാക്കുന്നത്, അത് നിങ്ങൾ ഒരു 100 കോടി ഒന്നും ടാർജറ്റ് ചെയ്യാൻ പാടില്ല. പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. എന്ത് ചെയ്യാം? നിങ്ങളൊരു 1000 രൂപ ഉണ്ടാക്കുകയാണെങ്കിൽ 2000 രൂപ അല്ലെങ്കിൽ 3000 രൂപ വെക്കുക. എന്നിട്ട് അതിനു വേണ്ടി ശ്രമിക്കുക. അതിനുവേണ്ടി മാനിഫെസ്റ്റേഷൻ, വിഷ്വലൈസേഷൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ അവസരങ്ങൾ ഞാനെപ്പോഴും പറയാറുണ്ട്. എനിക്ക് പണത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആശയങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വരിക. ചിലപ്പോൾ അത് ബിസിനസ് അവസരമാവാം, ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആവാം, അങ്ങനെ പലതും ആവാം. അതിലൂടെയാണ് നമുക്ക് ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പണം വരണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും, ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ വെറുതെ വീട്ടിൽ പല ലേഡീസും പല സ്ത്രീകളും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ ഒതുങ്ങിയിട്ട് ഭർത്താവിൻ്റെ പൈസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാതെ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലോകം അത്രയും ഇന്ന് ഓൺലൈനായിട്ട് അത്രയധികം ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളുണ്ട്. എന്നാൽ മാത്രമാണ് പണത്തെ വരികയുള്ളൂ. പണം എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക. അതായത് നിങ്ങൾ ഒന്നാലോചിച്ച് നോക്കൂ, പണം റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളിൽ മാത്രമാണ് പണം ഉണ്ടാവുക. നിങ്ങളൊരു വ്യക്തിയോട് ചോദിക്കുക, കുറച്ച് പണം തരുമോ, ഇന്ന് ആവശ്യമുണ്ട്,
പങ്കാളിയോട് ചോദിക്കുക ഇന്ന് ആവശ്യമുണ്ട്, ഒന്ന് കുറച്ച് പൈസ തരും. അവിടെ നിങ്ങൾ ഇങ്ങനെ ബെഗ്ഗിങ് എന്ന് പറയുന്നത് ആ ഒരു ലെവലിൽ നിന്നിട്ടാണ് നിങ്ങളുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് പുച്ഛം, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു പണമായിട്ടാണ് നിങ്ങൾക്ക് അതിനെ കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെറിയ രീതിയിലെങ്കിലും അധ്വാനിച്ച് പൈസ ഉണ്ടാകുന്ന സമയത്ത് അവിടെ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന കാര്യമുണ്ട്. സെൽഫ് റെസ്പെക്റ്റ് അതുണ്ടെങ്കിലാണ് പണം വരിക. ഞാൻ എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്, മാനസിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവൻ എപ്പോഴും മണി ബ്ലോക്ക് എന്ന് പറയും. അവനൊരിക്കലും സെൽഫ് റെസ്പെക്റ്റ് ഇല്ലായിരുന്നു. സെൽഫ് റെസ്പെക്റ്റ് എന്ന് വെച്ചാൽ അവൻ ആരെന്ത് പറയുന്നത് അത് കേട്ടിരിക്കും, തിരിച്ച് പ്രതികരിക്കില്ല, എല്ലാം തന്നെ കേട്ടിരിക്കും. അതോടൊപ്പം തന്നെ ആരെന്ത് സഹായം ചോദിക്കുകയാണെങ്കിൽ അവൻ്റെ കാര്യം വിട്ടിട്ട് സഹായിക്കും. അവന് മണി ബ്ലോക്ക് വന്നു. കാരണം എന്താണ്, അവനൊരിക്കലും അവൻ്റെ കാര്യം നോക്കിയില്ല. ഇത് കാരണം അവന് എപ്പോഴും മണി ബ്ലോക്ക്, സാറേ മണി ബ്ലോക്കാണ് എന്ന് പറയും. ഞാൻ പറയും എൻ്റെ കയ്യിലുള്ള ധനത്തെ നിനക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് പണത്തെക്കുറിച്ചാണ് നീ പറയുന്നത്? തെറ്റാണ്. നമ്മളെ കയ്യിൽ എപ്പോഴും ആ ഒരു പണത്തെ നമ്മൾ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ശീലിക്കണം. നിങ്ങളൊരു ഡിസേർവ്ഡ് ആണ്. നിങ്ങൾ ഈ ചോദിച്ച് വാങ്ങി അതേപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്കിങ്ങനെ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചീറ്റ് ചെയ്യും. പണം എന്ന് പറയുന്ന സമയത്ത് പണം നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളെ പണം മറ്റൊരു വ്യക്തിക്ക് കൊടുത്തിട്ട് അത് എൻ്റെ പണമാണെന്ന് പറയുകയാണെങ്കിൽ വലിയൊരു വിഡ്ഢിത്തമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുക, ഓക്കെ എനിക്ക് 5 ലക്ഷം ഉണ്ട്, 5 ലക്ഷം കയ്യിലുണ്ടോ? ഇല്ല. 5 ലക്ഷം ഞാൻ ഓരോരോ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഓരോ ലക്ഷം ഉണ്ട്, എൻ്റെ 5 ലക്ഷം ഉണ്ടോ? പൊട്ടത്തരാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കടം കൊടുക്കാതിരിക്കുക. കയ്യിൽ നിന്നും തിരിച്ചു വാങ്ങാനുള്ള കഴിവില്ലെങ്കിൽ, എനിക്ക് ആ കഴിവില്ല, പണം തിരിച്ചു വാങ്ങാൻ കഴിവില്ല, ആ കഴിവില്ലാത്തതിനോട് ഞാൻ ഇപ്പം കൊടുക്കാറുമില്ല. ആ ഒരു ലെവലിൽ നിൽക്കുക കേട്ടോ. പണത്തെ എപ്പോഴും നമ്മളെപ്പോഴും വോത്തിയായിട്ട് ഫീൽ ചെയ്യുന്നതോടൊപ്പം തന്നെ ആ വോത്തിനെസ് നിങ്ങൾ പണത്തിലും കാണിക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അധ്വാനിച്ച തുകയാണ്, അത് നിങ്ങൾ വെറുതെ ഒരാൾക്ക് കൊടുക്കാതെ നിങ്ങൾ അതിൻ്റെ കൃത്യമായ രീതിയിൽ നിങ്ങൾ അതിനെ വിനിയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ ചുമ്മാ ഇത് ഇങ്ങനെ പൈസ ഉണ്ടാക്കുക, മറ്റൊരാൾക്ക് കൊടുക്കുക, പൈസ ഉണ്ടാക്കുക, മറ്റൊരാൾക്ക് കൊടുക്കുക, ഈ രീതിയിൽ ചെയ്യാതിരിക്കുക. കാരണം മണി ബ്ലോക്ക് വരികയുള്ള ഈവൻ നിങ്ങളിപ്പം കുറേ സമ്പാദിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ കുറേ പണത്തെ മാനിഫെസ്റ്റ് ചെയ്തു, കാര്യങ്ങളൊന്നും ചെയ്തു, അവസാനം അത് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലോ നിങ്ങൾ സമ്പാദിക്കേണ്ടത്. നിങ്ങൾ അതിനുശേഷം നിങ്ങളെ പങ്കാളി, മക്കൾ, ഫാമിലി എല്ലാം ആവട്ടെ, അങ്ങനെ വേണം. അല്ലാതെ നിങ്ങൾ നാടിന് നന്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാടിനെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് നാട്ടിൽ അങ്ങനെ മാറ്റം കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ മാറ്റം വരുത്തുക. പറ്റെങ്കിൽ നിങ്ങളെ കുടുംബത്തെ അതായത് കുടുംബത്തെ മാറ്റാൻ പറ്റില്ലേ, ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് അത് മനസ്സിലാക്കുക. കാരണം ഞാനിത് പറയുന്നത് വെറുതെ അല്ല. ഞാൻ എലൈൻമെൻറ്റ് റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞ കോഴ്സ് കണ്ടക്ട് ചെയ്ത് കുറേ എക്സിനെ തിരിച്ചു കൊണ്ടുവന്നു, ഭർത്താവ് തിരികെ വന്നു, കുറേ സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള സക്സസ് സ്റ്റോറീസ് ആർക്കും കിട്ടാറില്ല നമ്മളെ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഞാൻ എന്താണ് സെൽഫ് ഹീലിങ്ങിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മളെ തന്നെ ഹീൽ ചെയ്ത് നമ്മളെ തന്നെ മാറ്റുന്നതിനനുസരിച്ച് നമ്മളിലേക്ക് ആൾക്കാർ വരും. അത് ബിസിനസ് റിലേഷൻഷിപ്പ്, ചിലപ്പം പ്രണയം, ഈവൻ നിങ്ങളെ ഭർത്താവ് നിങ്ങളെ നല്ല രീതിയിൽ സ്നേഹിക്കും, കാര്യങ്ങളും ചെയ്യും. അവിടെ എന്താണ് നിങ്ങളുടെ പവറിനെ ഒരിക്കലും നിങ്ങൾ സറണ്ടർ ചെയ്യില്ല. പവറിനെ നിങ്ങൾ അറിയുകയും അതിനെ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? ഇതെല്ലാം ജസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു മൈൻഡ് സെറ്റിൽ വന്നിട്ട് വേണം നിങ്ങൾ ഈ ടൂൾസും ടെക്നിക്കും എല്ലാം ഉപയോഗിക്കേണ്ടത്. അല്ലാതെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ 55x5 369 പില്ലോ മാനിഫെസ്റ്റേഷൻ എല്ലാം ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും, അതായത് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ ഈ ഒരു തോട്ട്സും ഈ ഒരു ചിന്താഗതിയും ഈ ഒരു എനർജി ലെവലിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ മാനിഫെസ്റ്റേഷൻ വർക്കാകുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്താണ്? ഉണ്ട്. നമ്മളുടെ കയ്യിലെ പൈസ അങ്ങനെ ആൾക്കാർക്ക് കൊടുത്തിട്ട് അവർക്ക് പൈസ കിട്ടി കഴിഞ്ഞാല് വലിയ ഹാപ്പി ഒന്നും ഉണ്ടാവില്ല. അവരത് യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മളെ കുറ്റം പറയാൻ അടുത്ത പ്രാവശ്യം എത്ര പ്രാവശ്യം സഹായിച്ചാലും പിന്നത്തെ ഏതെങ്കിലും ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അവരെ സ്വഭാവം മെന്റാലിറ്റി നല്ലതാണ് എന്നൊക്കെയായിരുന്നു എനിക്ക് പണ്ട് ഉണ്ടായിരുന്ന ചിന്ത. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല. അത് നല്ല മനസ്സിലായി. അതെ, നമ്മുടെ എലൈൻമെന്റ് മാസ്റ്ററിയിൽ പങ്കെടുക്കുന്ന ആളാണ് അദ്ദേഹം. എലൈൻമെന്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം ഇനി ഓക്കെ, നീ വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ?
പണം ഇങ്ങനെ കടം കൊടുത്ത് അവസാനം നിങ്ങൾ ശത്രുക്കൾ സമ്പാദിക്കുന്ന പോലെ ഇപ്പോൾ പൈസ കൊടുക്കുകയും ചെയ്യുന്ന അതോടൊപ്പം തന്നെ ശത്രുവാണ് നിങ്ങൾക്ക് കിട്ടാനും പോകുന്നത്. നഷ്ടക്കച്ചവടം മാത്രമാണ്. ഓക്കെ, അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ കടം കൊടുക്കരുതെന്ന് പറയില്ല, മറിച്ച് നിങ്ങൾക്ക് വിശ്വാസമുള്ള വ്യക്തികൾക്ക് കൊടുക്കുക. അതും കൊടുക്കുന്ന സമയത്തും കറക്റ്റ് നിങ്ങളെ കയ്യിലുള്ള പൈസ മുഴുവൻ കൊടുക്കാനും പാടില്ല. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യുന്നത് സിബോ സിമ്പിൾ മാനിഫെസ്റ്റേഷൻ. സിബോ സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചിലപ്പോൾ സിബോ സിമ്പിൾ സ്റ്റോൺസും കാര്യങ്ങളും തന്നെ വാങ്ങാൻ കിട്ടും. അതിലൊരു സിമ്പിൾ ഉണ്ട്, പ്രോസ്പാരിറ്റി, സമ്പന്നതയുടെ സിമ്പിൾ എന്ന് പറയുന്നത്. ഇതാണ് സിമ്പിൾ എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതാണ് സിമ്പിൾ. ഞാൻ വേണമെങ്കിൽ അത് ക്രോമിൽ നിന്നൊന്ന് ഡൗൺലോഡ് ചെയ്തേക്കാം, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ജസ്റ്റ് സിബു സിമ്പിൾ എന്ന് പറഞ്ഞ കാര്യമാണിത്. ഇത് പ്രോസ്പാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടാണ് പറയുന്നത്. ഈ ഒരു സിമ്പിൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒരു 4x4 എന്ന് പറയുന്ന സെൻറ്റിമീറ്ററിൽ ഒരു പേപ്പർ കട്ട് ചെയ്തിട്ട് ആ ഒരു പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, 4 സെൻറ്റിമീറ്റർ വലുപ്പം, 4 സെൻറ്റിമീറ്റർ വീതി, നീളം വീതി. എന്നിട്ട് ഉപയോഗിക്കേണ്ട കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമഷി പെന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇതേപോലെ ഇതിൽ കാണുന്ന പോലെ തന്നെ ഏത് രീതിയിൽ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ എത്ര എമൗണ്ടാണ് നിങ്ങൾക്ക് വേണ്ടത്. ചിലപ്പോൾ 1 ലക്ഷമാവും, ജസ്റ്റ് എമൗണ്ട് മാത്രം. ചിലപ്പോൾ അത് നിങ്ങൾ ഒരു വലിയ എമൗണ്ട്, 1 കോടി, 1 ബില്യനോ മില്യനോ ഇത് വേണ്ട, നിങ്ങൾക്ക് വിശ്വസിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നു തോന്നുന്ന ഒരു എമൗണ്ട്. സാർ ഈ സിമ്പിൾ ഒരു US സെന്റർ കൂടെ എ അങ്ങനെ വരിക, അങ്ങനെ അല്ല, അത് വരയ്ക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒറ്റ മിനിറ്റ് ഞാൻ പറയാം. അങ്ങനെ വരയ്ക്കേണ്ട രീതി ഇതാണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഇത് വിടാം. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഓക്കെ, അത് ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ ഇതാണ് വരയ്ക്കേണ്ടത്. അതിനൊരു രീതിയുണ്ട്. ജസ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1 മിനിറ്റ് സമയം തരണേ, ഒന്ന് നോക്കി ക്ലിയർ ആക്കട്ടെ. ഹലോ സാർ, 1 മിനിറ്റ്, ഒന്നും മനസ്സിലായില്ല. ഇത് നമ്മൾ പേപ്പർ എടുത്തിട്ട് ഈ സിമ്പിൾ ഇതിൽ വരയ്ക്കുകയാണോ വേണ്ടേ? എന്നിട്ടാണ് ഈ രീതിയിൽ ജസ്റ്റ് വരച്ചിട്ട് ഞാൻ ഈ രീതി ഒന്ന് വരയ്ക്കാം. ഓക്കെ. എന്നിട്ട് എമൗണ്ട് എഴുതാണോ വേണ്ടേ? എന്നിട്ട് അതിന്റെ താഴെ എമൗണ്ട് ഇതാ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, അത് വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം.
ഈ സിമ്പിൾ. ഇങ്ങനെ വരയ്ക്കുക, കൂടെ തന്നെ കൊടുന്ന് ഇങ്ങനെ. സാറേ അതിന്റെ മേലെ ഒരു റെഡ് ലൈൻ ഇല്ലേ, അതും വരയ്ക്കണോ? ഇല്ല ഇല്ല, ആ റെഡ് ലൈൻ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി വെച്ചു എന്നുള്ളൂ. ഇതാണ് സംഭവം. ഓക്കെ ഓക്കെ. സാറ് ഒന്നുകൂടി കാണിക്കാവോ? ഇതാ ഇതിലെ ഗോൾഡൻ ലൈനാണ് വരയ്ക്കേണ്ടത്. കാണുന്നില്ല. ഇതാ കണ്ടോ, ഇത് ഗോൾഡൻ ലൈൻ. കാണുന്നൊക്കെ ഉണ്ട് സാർ, ക്ലിയർ ആവുന്നില്ല, എനിക്കും ശരിയാവുന്നില്ല വരയ്ക്കുമ്പോ. ഇതിന്റെ ഇതിന്റെ അടിയിലാണോ നമ്മൾ ഇനി തുക എഴുതാ? ഇതിന്റെ താഴെ ജസ്റ്റ് പറയണെങ്കിൽ പേപ്പർ 4x4 സൈസിൽ കട്ട് ചെയ്തിട്ട് അതിൽ ഇത് വരച്ചിട്ട് താഴെ എമൗണ്ട് എഴുതണം അല്ലേ? ഓക്കെ. അതെ, ഇതിൽ ഞാൻ 1 lakh ഇതിലാണ് എഴുതി വെച്ചത്. അതെനിക്ക് വളരെ പെട്ടെന്ന് കിട്ടേണ്ട ഒരു തുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് 5000 എഴുതാം, 1000 എഴുതാം, 10 ലക്ഷം എഴുതാം, എത്രയാട്ടെ. എങ്ങനെ വരയ്ക്കുന്നതെന്നും കൂടി പറയാവോ? എനിക്ക് പെട്ടെന്ന് കിട്ടണില്ല. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. പച്ചമഷിയിലെ വരയ്ക്കുക. പച്ചമഷി ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ബ്ലൂ കളർ ആണെങ്കിൽ ബ്ലാക്ക് കളർ. പച്ചമഷി ഉണ്ട് ഓൾറെഡി. എന്നാൽ പച്ചമഷി ഉപയോഗിച്ചാൽ മതി. സാർ ആ സിമ്പിൾ മാത്രം വരച്ചാൽ മതിയല്ലോ അല്ലേ? സിമ്പിൾ മാത്രം വരച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് ഇത് യെസ്. ഓക്കെ, ഇതെല്ലാം വരച്ചു തരുന്നു. ഇനി അതിന്റെ താഴെ എന്ത് ചെയ്യുക, എമൗണ്ട് 1000 2000 ആണോ എന്നുള്ളത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സിമ്പിള് നിങ്ങളുടെ അത് അക്കത്തിൽ എഴുതിയാൽ മതിയോ എമൗണ്ട്, അതോ അതിന്റെ താഴെ? അതെ, അക്കത്തിലാണ് എഴുതേണ്ടത്. ഇപ്പൊ നമ്മളിപ്പോ 25,000 ആണ്, അങ്ങനെ എങ്ങനെ എഴുതണം? അക്കത്തിൽ എഴുതാം നിങ്ങൾക്ക്. കുഴപ്പമില്ല അല്ലെ? അല്ല, അല്ലെങ്കിൽ 25,000 മലയാളത്തില് അങ്ങനെ എഴുതിയാലും മതി. ലെറ്ററിൽ നമ്പേഴ്സിൽ എഴുതിയാൽ മതി. ആയിക്കോട്ടെ. അയ്യോ, വരയ്ക്കണ അത്ര ക്ലിയർ ആവണില്ല കേട്ടോ സാറേ. വല്ലാത്തൊരു കാര്യമായിപ്പോ ഇത്. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കൈവെള്ളയിലേക്ക് വെക്കുക. എന്നിട്ട് ഈ രീതിയിൽ കൈകൾ അല്ലെങ്കിൽ ഈ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അരയുടെ ഭാഗത്തേക്ക് വെക്കുക. അരയുടെ ഭാഗം എന്ന് വെച്ചാൽ റൂട്ട് ചക്രയുടെ ഭാഗമാണ്. നിങ്ങൾ അരയുടെ ആ ഒരു ഭാഗത്തേക്ക് വെക്കുക എന്നുള്ളതാണ് 2 കൈകളും ചെയ്യേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ വെക്കുക, കൈകളുടെ ഉള്ളിലേക്ക് ആ സിമ്പിൾ വെച്ചു. ഇത് നിങ്ങളെ റൂട്ട് ചക്രയുടെ താഴത്തേക്ക് വെക്കുക. പേപ്പർ മടക്കിയിട്ടാണ് മിക്സർ വെക്കേണ്ടത്? അല്ല, പേപ്പർ തുറന്നിട്ട് തന്നെ. അല്ലേ? ഈ വലിപ്പം മതിയോ സാറേ? അതെ, ഈ അതോ ഇതുപോലെ വേണം? ഇല്ല ഇല്ല, ചെറിയ 4x4. ഓക്കെ, ഓക്കെ. ഇത് ആ എമൗണ്ട് എഴുതുന്നതായിരുന്നു. ഇത് എന്താണ്
എങ്ങനെയാ വെക്കണ്ടേന്നൊന്ന് പറഞ്ഞു തരുമോ? ജസ്റ്റ് കൈവെള്ളയിൽ ഇടത് കൈയിലാണോ? ഇങ്ങനെ വന്ന സമയത്ത് ഇടതും വലുതുമില്ല, ജസ്റ്റ് ഇങ്ങനെ വെക്കുക ഇതിൻ്റെ ഉള്ളിലേക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇപ്പം ജസ്റ്റ് താഴേക്ക് വെക്കുക. നമ്മൾ തുടയുടെ ആ ഒരു ഭാഗത്തേക്ക് വെക്കുക. 2 കൈകളും ഈ രീതിയിൽ നേരെ താത്തിയിട്ട് നമ്മളെ കാലിൻ്റെ ഇതില്ലേ ജോയിൻസിൽ അവിടെ വെക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന ഞാനിപ്പം മെഡിറ്റേഷൻ ചെയ്യാൻ പോവാണ്. അതെല്ലാവരും കണ്ണുകളടക്കുക. എന്നിട്ട് വിഷ്വലൈസേഷൻ ചെയ്തിട്ട്, അതായത് നിങ്ങൾ പണം വരുന്നതായിട്ടെല്ലാം തന്നെ കണ്ടിട്ട് ആ ഒരു ഹാപ്പിനെസ്സിലാണ് ചെയ്യേണ്ടത്. ഇപ്പോഴും ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് എന്നുള്ളതാണ് സത്യം. അതായത് നിങ്ങൾ എത്രത്തോളമാണ് വിശ്വാസം ഇത് ചെയ്യുന്നത് അതിനനുസരിച്ച് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എന്നിട്ട് എല്ലാവരും കണ്ണുകളടക്കുക. എന്നിട്ട് എല്ലാവരും കണ്ണുകളടക്കുക. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസനിശ്വാസവും ശരീരം കൂടുതലായിരുന്നതായി സങ്കല്പിക്കുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ലഭിച്ച ഓരോ പണത്തിനും നന്ദി പറയുക. നിങ്ങൾക്ക് ആദ്യമായി ലഭിച്ച പണം ആരിൽ നിന്നാണ്? അച്ഛനിൽ നിന്നാണോ? അമ്മയിൽ നിന്നാണോ? അതിനെ കാണുക. അവർക്ക് നന്ദി പറയുക. നിങ്ങൾക്ക് സാലറിയായി ലഭിച്ച തുക എത്രയാണ്? ആ തുകയ്ക്കും ആ തുക നൽകിയ വ്യക്തിക്കും നന്ദി പറയുക. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ഓരോ രൂപയ്ക്കും നന്ദി പറയുക. നന്ദി, നന്ദി, നന്ദി. മനസ്സിൽ സ്വയം പറയുക, എനിക്ക് സമ്പന്നതയ്ക്കുള്ള അർഹതയുണ്ട്. എന്നാൽ ദൈവികമായ ചൈതന്യത്തിന്റെ ഭാഗമാണ് ഞാൻ. പണത്തെ ഞാൻ ആസ്വദിക്കുന്നു. പണത്തെ ഞാൻ സ്നേഹിക്കുന്നു. നിങ്ങളുടെ കയ്യിലെ ആ ഒരു ശക്തമായ സിബോ സിമ്പലിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിലെ വെള്ള പേപ്പർ ഒരു ഗോൾഡൻ കളറായി മാറുകയാണ്. ഒരു സ്വർണ്ണ നിറമുള്ള പേപ്പറായി മാറുകയാണ്.
നിങ്ങളുടെ കൈകളിലേക്ക് അതിൻ്റെ ശക്തി നൽകുന്നു. ആ സിബോ സിമ്പിൾ വഴി നിങ്ങളുടെ കൈകളിലേക്ക് ദിവ്യമായ ചൈതന്യം വരികയാണ്. ആ ഒരു ശക്തമായ ആ സിബോ സിമ്പൽ എൻ്റെ കൈകളിലേക്ക് പണം കൊണ്ടുവന്ന് നൽകുന്നതാണ്. ഞാൻ ചെയ്യുന്ന ജോലിയിലൂടെ, ഞാൻ ചെയ്യുന്ന ബിസിനസ്സിലൂടെ പണം വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കൈകൊണ്ട് നോട്ടുകൾ എണ്ണുകയാണ്. അത് ആയിരങ്ങളാണോ, ലക്ഷങ്ങളാണോ, അത് കോടികളാണോ, അതെല്ലാം തന്നെ നിങ്ങൾ സന്തോഷത്തോടെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷം, അതിൻ്റെ ആനന്ദം ശരീരം മുഴുവനായും അനുഭവിക്കുക. നിങ്ങളുടെ കൈകളിലേക്ക് ഇന്ന് പണം ഒഴുകി വരികയാണ്. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലൂടെ, നിങ്ങൾ ചെയ്യുന്ന ജോലിയിലൂടെ പുതിയ പുതിയ ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അതിലൂടെ നിങ്ങൾക്ക് പണവും വരുന്നു. പണത്തെ നിങ്ങൾ ആസ്വദിക്കുന്നു. പണം ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നു. വാഹനങ്ങൾ, വീട്, പുതിയ ബിസിനസ് സംരംഭങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ തുടങ്ങിയിരിക്കുന്നു. പണത്തെ നിങ്ങൾ ആസ്വദിക്കുന്നു. പണം ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാറ് നിങ്ങൾ വാങ്ങിയിരിക്കുകയാണ്. ആ മനോഹരമായ കാറിൽ നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണ്. നിങ്ങളുടെ കൈകളിലേക്ക് വേണ്ട അത്രയും പണം ഈ ശക്തമായ സിബോ സിമ്പൽ നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്യുകയാണ്. അത് ഇന്ത്യയിലോ വിദേശത്തോ എവിടെയുമാവട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കോ സുഹൃത്തുക്കളുമായോ കുടുംബവുമായോ നിങ്ങൾ യാത്ര ചെയ്യുകയാണ്. അതിൻ്റെ സന്തോഷം, അതിൻ്റെ ആനന്ദം അനുഭവിക്കുക. അതിനാവശ്യമായ പണമെല്ലാം തന്നെ ഈ സിബോ സിമ്പൽ നിങ്ങൾക്ക് നൽകുന്നു. മുഖത്തും ശരീരത്തിലും അതിൻ്റെ സന്തോഷം അനുഭവിക്കുക, അതിൻ്റെ സ്നേഹം അനുഭവിക്കുക. സ്വയം പറയുക, ഞാൻ പണം ആകർഷിക്കുന്ന ഒരു കാന്തമാണ്. പണത്തെ ഞാനും പണം എന്നെയും സ്നേഹിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. സിബോ സിമ്പൽ മാറ്റിവെക്കുക. സാവധാനം കൈകൾ ഉരസുക.
കണ്ണുകളിലേക്ക് ഊർജം പകരുക. എങ്ങനെയുണ്ടായിരുന്നു മെഡിറ്റേഷൻ? നന്നായിരുന്നു, സൂപ്പർ. ഓക്കെ, നമ്മൾ അലൈൻമെൻറ്റ് മാസ്റ്ററി കൊടുക്കുന്ന മെഡിറ്റേഷനിൽ ബൈനറി മ്യൂസിക് വെച്ചിട്ടാണ് ഈ മെഡിറ്റേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നു അലൈൻമെൻറ്റ് മാസ്റ്ററി കുറച്ച് ഇന്ന് നമ്മൾ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ഇനിയും നാളെ ഉള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ്സിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. കുറച്ചും കൂടി ഈ പേപ്പർ എന്താ ചെയ്യേണ്ടത് സാറേ? എന്താണ് ഈ പേപ്പർ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, പേപ്പർ എന്ത് ചെയ്യണം വെച്ചാൽ നിങ്ങളുടെ പേഴ്സിൽ ഇട്ട് വെക്കുക. അതായത് പണം വെക്കുന്ന ആ ഒരു ഭാഗയിൽ അവിടെ വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇത് ഡെയിലി ഈ ഒരു മെഡിറ്റേഷൻ, ഈ ഒരു വിഷ്വലൈസേഷൻ മെഡിറ്റേറ്റ് ചെയ്യുക. എപ്പോഴും ആ ഒരു മൈൻഡ് സെറ്റിൽ മാത്രം നിൽക്കുക. അതായത് പണം വന്നുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി ചെയ്യുമ്പോ ഒരേ സിമ്പിൾ തന്നെ. അതായത് ഈ ഒരു പേപ്പർ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാം, ഇത് കാര്യം നേടുന്നത് വരെ. ആയിക്കോട്ടെ. ഓക്കെ. അന്നേരം പിന്നെ ഹലോ, കളഞ്ഞു പോയ സാധനം കിട്ടാൻ എന്താ പറയാ? ഡിവൈൻ ബാക്ക്, ആ ഒരു വസ്തുവിന്റെ പേര് ഡിവൈൻ ബാക്ക്. ആ വസ്തു തിരികെ കിട്ടാൻ അല്ല, വസ്തുവിന്റെ പേര്. ഇപ്പൊ പണാണ് ഡിവൈൻ മണി ബാക്ക് എന്ന് പറയും. അല്ല, ഒരു മൊബൈലാണ് പോയിരിക്കുന്നത്, അപ്പൊ അത് കിട്ടാൻ എങ്ങനെ പറയാ? ഡിവൈൻ ബാക്ക് മൊബൈൽ എപ്പോഴും വിഷ്വലൈസ് ചെയ്യാം. നല്ലതാണ്. പണം കിട്ടണമെങ്കിൽ ഡിവൈൻ മണി നൗ എന്നുള്ള സ്വിച്ച് വേർഡ് ഉപയോഗിക്കുക. പിന്നെ പണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊന്നും മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. പിന്നെ നമ്മൾ ചിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഹോപ്പ് നോബ്നോ എല്ലാ കാര്യങ്ങളിലും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഹോപ്പ് നോബ്നോ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഓക്കെ. പിന്നെ എനിക്ക് ഇങ്ങനെ നമ്മളെ അലൈൻമെന്റ് മാസ്റ്ററിയെ കുറിച്ച് കുറേ പേര് ചോദിച്ചിരുന്നു. അലൈൻമെന്റ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഹീലിംഗ് പ്രോസസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. നമ്മളെ മനസ്സിൽ ഇപ്പം കുട്ടിക്കാലത്തുള്ള കുറേ ട്രോമാസും കാര്യങ്ങളും നേടുകയാണെങ്കിൽ നമ്മൾ ലൈഫിൽ എപ്പോഴും മണി ബ്ലോക്ക് അനുഭവിക്കും. മണി ബ്ലോക്ക്, റിലേഷൻഷിപ്പിന്റെ ബ്ലോക്ക് എല്ലാം തന്നെ അനുഭവിക്കുന്നതാണ്. അതിനെ ഹീൽ ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് അലൈൻമെന്റ് മാസ്റ്ററി. രാവിലെ 5-നും 6-നും വൈകിട്ട് 8-നും 9-നും ഇടയിലാണ് ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതിലെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്സിനേക്കാണ്ട് ഉപരിയായിട്ട് നിങ്ങളെ മൈൻഡ് സെറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഇപ്പം നമ്മൾ ഇന്ന് എടുത്ത ടോപ്പിക്കാണ് ഇത്. ജസ്റ്റ് നമ്മൾ അലൈൻമെന്റ് മാസ്റ്ററിയിൽ എപ്പോഴും ഫസ്റ്റത്തെ 5 ദിവസം നമ്മൾ ഇന്നർ ചൈൽഡിൻ്റെ മെഡിറ്റേഷൻസും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുക. എന്തുകൊണ്ടാണ്? നിങ്ങളെ കുട്ടിക്കാലത്ത് കുറേ ട്രോമാസും കാര്യങ്ങളും അനുഭവിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഉദാഹരണത്തിന് ഓക്കെ, അടുത്തൊരു ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ അലൈൻമെന്റ് മാസ്റ്ററി കൊടുത്തൊരു ടോപ്പിക്കാണ് ഹാപ്പി ഹോർമോൺസ് എന്ന് പറഞ്ഞ കാര്യം. ഹോർമോൺസ് എങ്ങനെയാണ് നിങ്ങളെ മാനിഫെസ്റ്റേഷനെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നുള്ള കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് നമ്മൾ എപ്പോഴും അലൈൻമെന്റ് മാസ്റ്ററി. ഒരേ ടോപ്പിക്സ് എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അങ്ങനെയുള്ള ക്ലാസ്സുകളാണ് അലൈൻമെന്റ് മാസ്റ്ററി എന്ന് പറഞ്ഞത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ്സാണ്. കുറേ പേരുടെ ലൈഫിൽ വലിയൊരു ചേഞ്ചസ് അല്ലെങ്കിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്ന ഒരു ക്ലാസ്സാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ മാത്രം ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഈ ക്ലാസ് ഇപ്പം നമ്മൾ ഓഫർ റേറ്റിലാണ് നമ്മൾ അടുത്ത അല്ലെങ്കിൽ ഫെബ്രുവരി മാർച്ചിലോ ഇത് നേരെ 88 മാറും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ സ്റ്റാഫ് ഷെയർ ചെയ്തിട്ടുണ്ടാവും. ജോയിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. 3333 ഇത് നീ അടുത്ത മാസം അല്ലെങ്കിൽ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ചിൽ ഇത് നേരെ എഡിറ്റ് ചെയ്യാൻ പോകും. കാരണം നമ്മൾ ഇത് ഓഫർ പ്രൈസിലാണ് നമ്മൾ ഇപ്പം കൊടുക്കുന്നത്. എനിക്ക് ജോയിൻ ചെയ്യാൻ മറ്റേ മാറ്റം വേണം, കുറേ ഹീലിംഗ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വലിയ മാറ്റം ആഗ്രഹിക്കും, ഡെയിലി ടാസ്കുകൾ കാര്യങ്ങളെല്ലാം മാറ്റണം, ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യാൻ സാധിക്കണം. ഇതിൽ നീതു, പ്രമീള മാഡം, പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല, എല്ലാം തന്നെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. എന്തായാലും സന്തോഷം. സാർ ഒന്ന് സംസാരിച്ചതിന് ശേഷം എനിക്ക് ചേരാനുണ്ട്. ഓക്കെ, ഒന്ന് വാട്സപ്പിൽ വോയിസ് അയച്ചോ.
ഹലോ സാർ. ഹലോ എത്ര രൂപ സാർ? 3,333. ഹലോ സാർ. ഹലോ പറഞ്ഞോളൂ. അതെ, ഹോപ്നോപ്നോ മെഡിറ്റേഷൻ ഇല്ലേ, അതിന്റെ ഇതിൽ നമ്മളിപ്പോ ഡിയർ മണി എന്ന് ആദ്യം പറയണം നമ്മൾ. അതായത് ഐ ആം പറയണം അല്ലെ, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് പറയേണ്ടത് അല്ലേ. ഡിയർ മണി, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു അല്ലേ. ഓക്കെ, താങ്ക് യു. അപ്പൊ ചിട്ടി കിട്ടാൻ എങ്ങനെയാണ് സാർ പറയണ്ടത്? ചിട്ടി കിട്ടാൻ ഈ ചിട്ടി എന്നല്ല, ചിട്ടിയിൽ എത്ര എമൗണ്ട് ആണോ വേണ്ടത് അത് പറഞ്ഞാൽ മതി. ഓക്കെ, എന്തായാലും സന്തോഷം. ഇനിയും നിങ്ങളെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇടയ്ക്കെല്ലാം നമ്മൾ സൗജന്യ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നതാണ്. പിന്നെ അലൈൻമെന്റ് മാസ്റ്ററി എല്ലാ മാസവും 11 തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യില്ല. ഇപ്പം നാളെ കൊണ്ട് നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് മാറ്റം ആഗ്രഹിക്കുകയാണ്. ഇപ്പം സുജാർ മോഹൻ, ബിബി, പിന്നെ വിഷ്ണു എല്ലാം തന്നെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരിക എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ ലൈഫിൽ എല്ലാവരും പങ്കെടുക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക. കാരണം മറ്റ് ക്ലാസ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈവ് ക്ലാസ്സില്ല. ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ ഡൗട്ട്സ് ക്ലിയറിങ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ അലൈൻമെന്റ് മാസ്റ്ററി നമ്മൾ നൽകുന്നതാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഫെബ്രുവരി 11-ാം തീയതി എന്തായാലും ചേരും. ഓക്കെ, എന്തായാലും നോക്കൂ. ഓക്കെ, പേഴ്സണൽ കൺസൾട്ടേഷൻ എന്താ ചെയ്യേണ്ടത്? പേഴ്സണൽ കൺസൾട്ടേഷൻ ജസ്റ്റ് വാട്സപ്പിൽ പേഴ്സണൽ കൺസൾട്ടേഷൻ 772 എന്ന് പറഞ്ഞ നമ്പർ പേഴ്സണൽ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി. അത് വാട്സപ്പിൽ അയച്ചാൽ മറുപടി കിട്ടുന്നില്ല സാറേ. ഞാൻ അയച്ചിട്ട് ഏകദേശം ഒരു മാസമായി. ഓക്കെ, എന്റെ ലാസ്റ്റ് 772 എന്ന് പറഞ്ഞ അതല്ല, അതിലെന്നെ അയച്ചത്. ഞാൻ അയച്ചിട്ട് ഒരു വാട്സപ്പിൽ ഒരു മിസ് കോൾ അടിച്ചോളൂ. കുറെ മെസ്സേജും കാര്യങ്ങളും വരുന്നുണ്ട്, അതുകൊണ്ടാണ്. സ്റ്റാഫിന്റെ കയ്യിലും അത് ഡബിൾ വാട്സപ്പ് മീൻസ് മൂന്ന് സ്റ്റാഫിന്റെ കയ്യിലുണ്ട് ആ നമ്പർ. എൻ്റെ കയ്യിലുണ്ട്, പിന്നെ സ്റ്റാഫിൻ്റെ കയ്യിലുണ്ട്. അന്നേരം അവർ കുറേ കാര്യങ്ങൾ തിരക്കിലായതുകൊണ്ടായിരിക്കും. ഓക്കെ, അതാണ് എൻ്റെ കയ്യിലെ നമ്പർ. ഇങ്ങനെ കൺസൾട്ടേഷൻ വേണമെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുഴുവൻ കൺസൾട്ടേഷൻ ഫുൾ ബുക്ക്ഡായിരുന്നു, കഴിഞ്ഞു. ഇനി ഈ ആഴ്ച 2 ദിവസം തിങ്കളും ചൊവ്വയും ബുക്ക്ഡാണ്. നമുക്ക് നോക്കാം കേട്ടോ. ശരി, താങ്ക് യു സോ മച്ച്. എന്തായാലും എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു സോ മച്ച്. അതിനാണ് ഏറ്റവും നല്ലത് അലൈൻമെന്റ്സ് മാസ്റ്റർ. അല്ല, ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ എന്ന് വെച്ചാൽ കുറെ ഡൗട്ട്സ് ഇന്ന് തന്നെ ഒരു രതി മേനോൻ എന്ന് പറഞ്ഞ അദ്ദേഹം കൺസൾട്ടേഷൻ എടുത്തിരുന്നു. അദ്ദേഹത്തിന് അലൈൻമെന്റ് മാസ്റ്ററിൽ കുറെ മാറ്റമുണ്ട്. പക്ഷെ കുറെ ഡൗട്ട്സും കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ലൈഫിനെ കുറിച്ച് കുറെ പ്രോബ്ലംസ്, കുട്ടിക്കാലത്തും കുടുംബജീവിതത്തിലുള്ള കുറെ കാര്യങ്ങൾ പറയേണ്ടായിരുന്നു. അങ്ങനെയുള്ള ഇത് കൺസൾട്ടേഷൻ. അതായത് നിങ്ങൾക്ക് എന്താണ് സൊല്യൂഷൻസ് അറിയുന്നില്ല, അല്ലെങ്കിൽ എന്താണ് പ്രോബ്ലം വരുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് പ്രോബ്ലം വരുന്നു, ഒന്നും ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നില്ല, എന്താണ് കാരണം എന്നുണ്ടെങ്കിൽ കൺസൾട്ടേഷൻ എടുത്തായി. നേരെ മറിച്ച് നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സോ കാര്യങ്ങളാണ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ റിപ്ലൈ അയക്കാം. കൺസൾട്ടേഷൻ ഞാൻ അധികം സജസ്റ്റ് ചെയ്യാറില്ല. കാരണം 1 hour എന്ന് പറയുന്നത് ചിലപ്പോൾ 2 hourലും പോകും. ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പ് മെസ്സേജ് അയക്കാം. കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ മാത്രം നിങ്ങൾ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, അന്നേരം ഓക്കെ, എന്തായാലും സന്തോഷം എല്ലാവരെയും കാണാൻ സാധിച്ചില്ലേ. ഇനിയും നമ്മൾ ഇടയ്ക്കല ഫില്ലോടെക്നിക്കിന്റെ പേപ്പറിന്റെ ആകൃതി എത്രയാണ്? അത് 7x4. അത് അങ്ങനെ ആകൃതി. ഇത് 4 എന്ന് പറയുന്നത്, ഇതിപ്പോൾ നമ്മൾ 4 എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 എന്ന് പറയുന്ന അബൻഡൻസിന്റെ ഇതാണ്, അബൻഡൻസ് നമ്പറാണ്. അതിന്റെ നേരെ പകുതി എടുത്തുന്നാളോ. ഇപ്പം പറഞ്ഞില്ലേ 4x4, അത് നമ്മൾ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് 8 എന്ന് പറയുന്ന അബൻഡൻസ് നമ്പർ, അതിന്റെ നേരെ പകുതി എടുത്തുന്നേ ഉള്ളൂ. ഞാനൊരു ക്ലാസ്സിൽ പില്ലോ ടെക്നിക് അതല്ല 7 അത് ഒരു നീളത്തിലുള്ള ഒരു 3 ഇങ്ങനെ, അത് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ 7x3 ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഇതിലല്ല, ഈ ടെക്നിക്കല്ല സത്യത്തില് കാര്യം, നിങ്ങൾ ഉപയോഗിക്കുന്ന വിശ്വാസമാണ് കേട്ടോ. എന്തായാലും സന്തോഷം, എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സർ.